പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 151 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഇന്നത്തെ പഠന വേദഭാഗം 1 കൊരിന്ത്യർ 15 അധ്യായം 1-2 വാക്യങ്ങളോട് അനുബന്ധമായിട്ടുള്ളതാണ്. ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ പ്രത്യേകം എടുത്തു പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത്, നിങ്ങൾക്ക് ലഭിച്ചത്, നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചത്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സുവിശേഷം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് അനവധി ആളുകൾ വീടുകൾ കയറി ഇറങ്ങി ജനത്തെ രക്ഷിക്കുന്ന പദ്ധതിയായി, പരിപാടിയായി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇങ്ങനെ ഉള്ളവരോട് എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നവരാണോ എന്നുള്ളതാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നവരാണോ? വീണ്ടും ആവർത്തിച്ച് ചോദിക്കുക. രക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ സാക്ഷി പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നൊരു വചനം ബൈബിളിലുണ്ടോ? അപ്പോസ്തലന്മാരാരെങ്കിലും തങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ? സത്യമല്ലാത്ത ചില വിശ്വാസങ്ങൾ ജനത്തിൻ്റെ ഉള്ളിലടിച്ച് കയറ്റി അവരെ ഭാരപ്പെടുത്തി മാനസാന്തരം പ്രസംഗിച്ച് രക്ഷിക്കപ്പെടുത്തുക എന്ന തന്ത്രം ഒരു എതിർ ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. എന്തെന്നാൽ വേദപുസ്തകത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് പ്രത്യാശയിൽ മാത്രമാണ്. രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ നമുക്ക് വേണ്ടി, മനുഷ്യവർഗത്തിനു വേണ്ടി യാഗമായി തീർന്നതിനാൽ ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലമായി മരണത്തിലായിരുന്ന ആദാമ്യ വർഗത്തെ മുഴുവനും ഇനിയും ജനിക്കുവാനിരിക്കുന്നവരുൾപ്പെടെ എല്ലാവരെയും രക്ഷിച്ചു, അല്ലെങ്കിൽ അവർ വീണ്ടെടുത്തു എന്നത് അടിസ്ഥാനപരമായി ശരിയാണ്. പക്ഷെ അത് വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ രക്ഷിക്കപ്പെടും എന്ന വചനമല്ല എന്നുള്ളത് തിരിച്ചറിയണം. ഏകൻ്റെ പാപത്താൽ മരണം വന്നതുപോലെ ഏകൻ്റെ മരണത്താൽ ജീവനും വന്നു എന്ന് അപ്പോസ്തലൻ റോമാസഭയോട് പറയുന്നതാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായ അനുഭവം. ക്രൂസിന്മേൽ വച്ച് ശത്രുത്വമില്ലാതാക്കി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിച്ച നിരപ്പിൻ്റെ ആ ശുശ്രൂഷ ഒരിക്കലായിട്ട് താൻ അർപ്പിച്ച യാഗത്തിൻ്റെ ഫലമാണ്. അത് വിശ്വാസിക്കും അവിശ്വാസിക്കും, യഹൂദനും യവനനും സർവ ജനത്തിനും സന്തോഷപ്രദമായിരിക്കുന്ന ഒന്നാണ്. എന്നാൽ സഭയുടെ ഇന്നത്തെ അവസ്ഥ നാം രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകുന്നു എന്നുള്ള സത്യമാണ്. ഈ സത്യവചനമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത്. രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്നു. ഇതായിരുന്നു അപ്പോസ്തോലിക നടപടിക്രമം. അപ്പോസ്തലപ്രവൃത്തി 2:47. ഇത് ഒരു ഡിസ്കഷനിൽ 3 പെന്തക്കോസ്ത് പാസ്റ്റർമാർ വായിച്ചപ്പോൾ
രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തു എന്ന് വായിച്ചു. പാസ്റ്റർ അല്ലാത്തവർ സാധാരണ വിശ്വാസികളെന്ന് വായിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വായിച്ചു, രക്ഷിക്കപ്പെടുന്നവരെ ദിനംതോറും സഭയോട് ചേർക്കും. രക്ഷിക്കപ്പെടുന്നവരാണ് സഭയിലെ മക്കൾ. 1 കൊരിന്ത്യർ 1:18 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. രക്ഷിക്കപ്പെട്ട നമുക്കല്ല, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാകുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന പെന്തക്കോസ്ത് വിശ്വാസം വേദവിപരീതമാണ്. അടിസ്ഥാനപരമായി ആദാമ്യ വർഗം മുഴുവനും ക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രമാണം വിസ്മരിച്ചുകൊണ്ട് ഞാനീ പറയുന്നു. അങ്ങനെ വിടുവിച്ചിരിക്കൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ രക്ഷയുടെ വഴിയിലൂടെ പ്രയാണം ചെയ്യേണ്ടതായ നിർബന്ധമായിരിക്കുന്ന വചനമാണ് ഇപ്പോൾ ധ്യാനിക്കുന്നത്. റോമർ 8:24 ഫോർ ഇൻ ഹോപ്പ് വി വർ സേവ്ഡ്. ഈ പ്രത്യാശയിൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തോലിക വിശ്വാസം വി വിൽ ബി സേവ്ഡ് ത്രൂ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് അപ്പോസ്തല വിശ്വാസം. അപ്പോസ്തല പ്രവൃത്തി 15:11 വാക്യം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്നവരായി വരുവാനിരിക്കുന്ന രക്ഷയെ പ്രാപിക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് സഭയിലെ അംഗങ്ങൾ എന്നുള്ളത് തിരിച്ചറിയണം. എന്നാൽ ആദാമ്യ വർഗം മുഴുവനും ആദാമിൻ്റെ പാപം മൂലം വന്ന മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അടിസ്ഥാന പ്രമാണമാണ്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടതായ മനുഷ്യവർഗം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരിക എന്നതാണ് സഭാ ശുശ്രൂഷയിലൂടെ സാധ്യമാക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ ഇന്ന സമയത്ത്, ഇന്ന ദിവസം, ഇന്ന വർഷം വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, എനിക്ക് ന്യായവിധിയും ശിക്ഷാവിധിയും ഒന്നുമില്ല എന്ന് പഠിപ്പിക്കുന്നത് പെന്തക്കോസ്ത് വിശ്വാസികൾ അറിയാതെ ആദാമിനെയും ഹവ്വായെയും വഞ്ചിച്ചതായ മോഹനവാക്കുകൾ ദൈവത്തെ പോലെ ആകാം എന്നുള്ള സാത്താൻ്റെ ഉപായതന്ത്ര പോലെ തന്നെ രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് ഒരു ദോഷവും ഇല്ല എന്ന് ചിന്തിക്കുന്നത് അപകടകരമായ സാത്താൻ്റെ ഉപദേശമാണ് എന്ന് തിരിച്ചറിയണം. നമ്മൾ രക്ഷിക്കപ്പെടുന്നവരും വരുവാനിരിക്കുന്ന കർത്താവിൻ്റെ നാളിൽ നിത്യരക്ഷ പ്രാപിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരുമാണ്. ഇത് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസം ശരിയായത് എവിടെ, എന്ത് എന്നറിയുവാൻ സാധിക്കുള്ളൂ. അയാൾ ഞാൻ വീണ്ടും ചോദിക്കുക, രക്ഷിക്കപ്പെട്ടു എന്ന് ഭവനങ്ങൾ തോറും കയറിയിറങ്ങി ചോദിക്കുന്ന മനുഷ്യരെ, വിശ്വാസ സമൂഹമേ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ അതോ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണോ? രക്ഷിക്കപ്പെടുന്നവരുടെയും നശിച്ചു പോകുന്നവരുടെയും കൂട്ടത്തിൽ ആദാമ്യ വർഗമുണ്ട്. 1 കൊരിന്ത്യർ 1:18 ക്രിസ്തുവിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നവരുടെ സമൂഹമായി നിലനിൽക്കണം. കാരണം നിത്യരക്ഷയെ പ്രാപിക്കുന്നത് വരെ ഈ രക്ഷിക്കപ്പെട്ട അവസ്ഥയ്ക്ക് നഷ്ടം അത് വിട്ടുകളയുന്ന അനുഭവം ഉണ്ടാകാം. അതുകൊണ്ട് അത്രേ രക്ഷിക്കപ്പെടുന്നവരുടെ സമൂഹം എന്ന് വചനം നമ്മോട് പറയുന്നത്. ഈ സത്യവചനം വിശ്വസിപ്പാൻ പരിശുദ്ധാത്മാവ് എവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. കണ്ണിക്കോടച്ചൻ.